NGS ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 1 BA ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ HEL എന്നറിയപ്പെടുന്ന ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെമസ്റ്റർ 1 മൊഡ്യൂൾ 1 ചാപ്റ്റർ 1 ഫ്രം ദ റോമൻസ് ടു ദ നോർമൻസിനകത്ത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ആംഗ്ലോ സാക്സൺ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറഞ്ഞു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൈക്കിംഗ് ഇൻവേഷൻ ഓഫ് ബ്രിട്ടൻ ആണ്, അഥവാ ദ വൈക്കിംഗ് ഇംഗ്ലണ്ടിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സോ വളരെയധികം സംഭവബഹുലമായിട്ടുള്ള ഒരു ചരിത്രമാണ് നമ്മുടെ ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആ ഭാഷയുടെയും ആ നാടിന്റെയും ചരിത്രം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് സ്റ്റുഡന്റ് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. സോ നമ്മുടെ ഇംഗ്ലീഷ് ഹിസ്റ്ററിയെ നോക്കുമ്പോൾ 3 കാലഘട്ടങ്ങളായിട്ട് നമുക്കതിനെ പറയാം. ഫസ്റ്റ് വൺ ഈസ് ദി ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, സെക്കൻഡ് വൺ ഈസ് ദ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആൻഡ് തേർഡ് വൺ ഈസ് ദ മോഡേൺ ഇംഗ്ലീഷ് പീരീഡ്. ഇതിൽ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ആംഗ്ലോ സാക്സൺ പീരീഡ് ടു മിഡിൽ ഇംഗ്ലീഷ് പീരീഡിന്റെ സ്റ്റാർട്ടിങ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് ആംഗ്ലോ സാക്സൺ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗ്ലോ സാക്സൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് എന്ന ഭാഷ തുടങ്ങുന്നത് അല്ലെങ്കിൽ തുടങ്ങി വെക്കുന്നത്. അതിനു മുമ്പ് കെൽറ്റിക്കും അല്ലെങ്കിൽ റോമൻ ആ ഒരു രീതിയിലൊക്കെയുള്ള ഭാഷകളായിരുന്നു. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പുതിയൊരു ലാംഗ്വേജ് കൊണ്ടുവരുന്ന ആരാണ്? നമ്മുടെ ആംഗ്ലോ സാക്സൺ ഇൻവേഷനിലൂടെയാണ്. സോ ആ ഒരു പീരീഡിനാണ് നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആണ്. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുമ്പോൾ 1100 തൊട്ടുള്ള ആ ഒരു കാലഘട്ടം നോർമൻ കോൺക്വസ്റ്റ് അഥവാ നമ്മുടെ ഫ്രഞ്ച് കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ തൊട്ട് ആ ഒരു കാലഘട്ടമാണ് നമ്മൾ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മോഡേൺ ഇംഗ്ലീഷ് പീരീഡ്. മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുമ്പോൾ 1500 തൊട്ടുള്ള കാലഘട്ടം, റിനൈസൻസ്, റെഫോർമേഷൻ, അത്തരത്തിലുള്ള പുതിയ പുതിയ മൂവ്മെന്റ്സിന്റെ അലകൾ അടിക്കുന്ന ആ ഒരു കാലഘട്ടം, അതിനെയാണ് നമ്മൾ മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത്. സോ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിന്റെയും മിഡിൽ ഇംഗ്ലീഷ് പീരീഡിന്റെയും ഇടയ്ക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണ് ഏതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വൈക്കിംഗ് പീരീഡ് അഥവാ ദ വൈക്കിംഗ് ഇൻവേഷൻ എന്ന് നമുക്ക് പറയാം. സോ ഇനി നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബേസ് ആയിട്ട് നോക്കാം. The political unification of England happened when the seafaring Scandinavians invaded England. The Scandinavians include Vikings, Danes and Norsemen. The common danger compelled the Anglo-Saxon kingdoms to unite under Egbert, king of Wessex, and defeated the Danes in AD 836. അപ്പൊ ഇതുവരെയുള്ള സാഹചര്യം നമ്മൾ ആ ഒരു തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ആംഗ്ലോ സാക്സൺ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ ആ ഒരു പോർഷനാണ് ഇതിന്റെ കഥയുടെ മുൻഭാഗം എന്ന് പറയുന്നത്. അതായത് എന്താണ്, നമ്മുടെ AD 410 റോമൻസ് ഇംഗ്ലണ്ടിൽ നിന്നും പോകുന്നു. അപ്പൊ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു ബ്രിട്ടനിൽ എന്ത് ചെയ്യാണ്, ഇംഗ്ലണ്ട് അല്ല ബ്രിട്ടൻ ആണ് ആ ഒരു കാലത്ത്. സോ ബ്രിട്ടനിൽ എന്ത് ചെയ്യുന്നു, പല സ്ഥലത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ജൂട്സിന് സഹായത്തിന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ജൂട്സ് സഹായിക്കുകയല്ല ചെയ്തത്, പകരം കോൺകർ ചെയ്യുകയാണ് ചെയ്തത്. ജൂട്സിന്റെ കൂടെ ആംഗിൾസും സാക്സൺസും വന്നു. സോ ഈ ഒരു ഇൻസിഡന്റ് ആണ് ആംഗ്ലോ സാക്സൺ ഇൻവേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ആംഗ്ലോ സാക്സൺസ് വന്നു, അവരെന്ത് ചെയ്യുന്നു, പല കാലങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നു, 7 കിങ്ഡംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ 7 കിങ്ഡംസിനെയാണ് ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കി എന്ന് പറയുന്നത്. ആംഗ്ലോ സാക്സൺസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹീത്രൻ ആൻഡ് ബാർബാറിക് ട്രൈബൽ ഗ്രൂപ്പ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു 7 കിങ്ഡംസ് തമ്മിൽ എപ്പോഴും എന്തുണ്ടായിരുന്നു, ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അവർ ഒരിക്കലും യുണൈറ്റഡ് ആയിട്ടല്ല എന്ത് ചെയ്തത്, അവിടെ നിലനിന്നിരുന്നത്. സോ ഇതിനൊരു മാറ്റം വന്ന് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെ എന്ത് ചെയ്യുന്നത്, ഒരു പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ഓഫ് ഇംഗ്ലണ്ട് നടക്കുന്നത് എപ്പോഴാണ്? ഈ ഒരു സീഫാറിംഗ് സ്കാൻഡിനേവിയൻസ് ഇംഗ്ലണ്ടിനെ ഇൻവേഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോഴാണ്. ഇപ്പോൾ തമ്മിൽ അടികൂടിയിരുന്ന കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ എന്താണ്, ഒരേ സ്ഥലത്ത് തന്നെ ഉള്ള തമ്മിൽ ഫൈറ്റ് ചെയ്തിരുന്ന, ഒരുമിച്ച് വന്ന് ഒരുമിച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയ തമ്മിൽ ഫൈറ്റ് ചെയ്തിരുന്ന ആൾക്കാർ എന്ത് ചെയ്തു, പുറത്തു നിന്ന് പെട്ടെന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻവേഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു, അവര് യുണൈറ്റഡ് ആയിട്ട് എന്ത് ചെയ്തു, ഇംഗ്ലണ്ട് എന്ന ഒറ്റ ഫ്ലാഗിന് കീഴിൽ അണിനിരക്കാനായിട്ട് തുടങ്ങി. ഇനി ആരാണ് സ്കാൻഡിനേവിയൻസ് എന്ന് വെച്ചാൽ, ദ സ്കാൻഡിനേവിയൻസ് ഇൻക്ലൂഡ് ദ വൈക്കിങ്സ്, ഡെയിൻസ് ആൻഡ് ദ നോർസ്മെൻ. സോ ഈ ഒരു 3 ഗ്രൂപ്പാണ് നമ്മൾ സ്കാൻഡിനേവിയൻ ഇൻവേഷൻ അഥവാ ദ വൈക്കിംഗ് ഇൻവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ്? വൈക്കിങ്സ് ഉണ്ട്, ഡെയിൻസ് ഉണ്ട്, നോർസ്മെൻ ഉണ്ട്. And the common danger compelled the Anglo-Saxon kingdoms to unite under Egbert, the king of Wessex, and defeated the Danes in AD 836. അപ്പൊ AD 836 എന്ത് ചെയ്യാണ്, ഈ ഒരു കോമൺ ഡേഞ്ചർ ഏതാണ്? സ്കാൻഡിനേവിയൻ ഇൻവേഷൻ ആണ് അല്ലെങ്കിൽ വൈക്കിംഗ് ഇൻവേഷൻ ആണ് ആ ഒരു കോമൺ ഡേഞ്ചർ എന്ന് പറയുന്നത്. സോ ഈ ഒരു കോമൺ ഡേഞ്ചറിനെതിരെ
പ്രവർത്തിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കി അല്ലെങ്കിൽ ആ ഒരു കിങ്ഡംസ് എന്ത് ചെയ്യുന്നു, വെസെക്സ് കിങ് ആയിട്ടുള്ള എഗ്ബർട്ടിന് കീഴിൽ യുണൈറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു ഇൻവേഷനെ അല്ലെങ്കിൽ ആ ഒരു ഡെയിൻസിന് എന്ത് ചെയ്യാണ്, AD 836 ഡിഫീറ്റ് ചെയ്യുന്നു. The Danes renewed their raids and gradually began to conquer large portions of Northumbria, Mercia and East Anglia. പക്ഷെ പരാജയപ്പെട്ടെന്ന് കരുതി അവർ പിന്മാറാനായിട്ട് തയ്യാറായില്ല. അവരെന്ത് ചെയ്തു, ആ ഒരു ഡെയിൻസ് എന്ത് ചെയ്തു, അവര് വീണ്ടും റീഗ്രൂപ്പ് ചെയ്യുകയും പതിയെ ഗ്രാജുവലി അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് ലാർജ് പോർഷൻസ് ഓഫ് നോർത്തംബ്രിയ, മെർസി ആൻഡ് ഈസ്റ്റ് ആംഗ്ലിയ ഇത്തരത്തിലുള്ള പോർഷൻസ് എല്ലാം അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് കോൺകർ ചെയ്യാനായിട്ട് തുടങ്ങി. By the time of King Alfred, grandson of Egbert, the Wessex again defeated the Danes in the Battle of Edington and kept them at bay by sharing England with them. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവരിങ്ങനെ ഈ ഒരു നോർത്തംബ്രിയയുടെയും മെർസിയുടെയും ഈസ്റ്റ് ആംഗ്ലിയയുടെയൊക്കെ ലാർജ് പോർഷൻസ് കോൺകർ ചെയ്തതിന്റെ ബലത്തിൽ വീണ്ടും എന്ത് ചെയ്യാണ്, വെസക്സിനെ കയറി ആക്രമിക്കാൻ വരികയാണ്. പക്ഷെ എന്ത് പറ്റി, വീണ്ടും പണിവാളി ആര്, നമ്മുടെ നേരത്തെ ഡിഫീറ്റ് ചെയ്ത എഗ്ബർട്ടിന്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള കിങ് ആൽഫ്രഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോ ഇംഗ്ലണ്ട് ഭരിക്കുന്നത്. കിങ് ആൽഫ്രഡിന്റെ നേതൃത്വത്തിലുള്ള വെസെക്സ് എന്ത് ചെയ്യാണ്, ഈ ഒരു ഡെയിൻസിനെ വീണ്ടും പരാജയപ്പെടുത്തുകയാണ് ഇൻ ദ ബാറ്റിൽ ഓഫ് എഡിങ്ടൺ. ആൻഡ് എന്ത് ചെയ്യാണ്, ത്രൂ ദ ട്രീറ്റി ഓഫ് വെറ്റ്മോർ അവർ എന്ത് ചെയ്യാണ്, അവരെ ആ ഒരു ഫർദർ ഇൻവേഷൻസ് പ്രിവെന്റ് ചെയ്യാണ്. സോ എന്താണ് ട്രീറ്റി ഓഫ് വെറ്റ്മോർ, എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ട്രീറ്റി ഓഫ് വെറ്റ്മോർ. In AD 878, AD 878, by the Treaty of Wedmore, a dividing line was drawn from Chester to London. The Danes occupied the territory north of this line and the area later came to be known as Danelaw. അപ്പൊ എന്ത് ചെയ്യാണ്, ഇവരിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഇവരെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇവർ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് മനസ്സിലാക്കിയ കിങ് ആൽഫ്രഡ് എന്ത് ചെയ്യാണ്, AD 878 ട്രീറ്റി ഓഫ് വെറ്റ്മോർ എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റി വഴി എന്ത് ചെയ്യാണ്, ചെസ്റ്റർ മുതൽ ലണ്ടൻ വരെ ഒരു ഡിവൈഡിംഗ് ലൈൻ വരയ്ക്കുകയും ഡെയിൻസിന് ആ ലൈനിന്റെ നോർത്തേൺ ടെറിട്ടറി എന്ത് ചെയ്യാണ്, കൈമാറുകയും ചെയ്യുന്നു. ആൻഡ് ദിസ് ഏരിയ ലേറ്റർ കെയിം ടു ബി നോൺ ആസ് ഡെയിൻലോ. സോ ഇതിനുശേഷം അവരുടെ ആ ഒരു അറ്റാക്സ് എല്ലാം നിന്നു. കാരണം കിങ് ആൽഫ്രഡ് വെസക്സ് കിങ് ആയിട്ട് നിൽക്കുന്ന കാലത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആക്രമിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഡെയിൻസിന് ഉണ്ടായി. മാത്രമല്ല അവർക്ക് വേണ്ടുന്ന സ്ഥലം കിങ് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ സമാധാനമായിട്ട് നിൽക്കുകയായിരുന്നു. എങ്കിലും മനസ്സിൽ എന്തുണ്ടായിരുന്നു, ഫുൾ കോൺകർ ചെയ്യണമെന്ന ആഗ്രഹം അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, കിങ് ആൽഫ്രഡ് മരണപ്പെടുന്നതും അതിനുശേഷം കിങ് എത്തൽറെഡ് പവറിലേക്ക് വരുന്നതും. എത്തൽറെഡ് ഒരു വലിയ മണ്ടത്തരം കാണിച്ചു. ഹി ഹാഡ് എ ഫൂളിഷ് attack on the Danes called as the massacre of St. Bruce's Day. അപ്പൊ സെയിന്റ് ബ്രൂസസ് ഡേ മാസക്കർ എന്നറിയപ്പെടുന്ന കിങ് എത്തൽറെഡിന്റെ ഒരു ഫോളിഷ് അറ്റാക്ക് ഓൺ ദ ഡെയിൻസ്, ഒരു കാര്യമില്ലാതെ അങ്ങോട്ട് നിന്ന് അടിക്കാൻ നിന്നു. പക്ഷെ എന്ത് ചെയ്തു, ഇറ്റ് ബാക്ക് ഫയർഡ്. എന്ത് ചെയ്തു, ഇറ്റ് ബ്രോട്ട് ഇംഗ്ലണ്ട് അണ്ടർ ദ റൂൾ ഓഫ് സ്വെൻ ദ കിങ് ഓഫ് ഡെൻമാർക്ക്. അപ്പോ കിങ് എത്തൽറെഡ് എന്ത് ചെയ്തു, ഡെയിൻസിനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ പോയി. ഇറ്റ് ഈസ് നോൺ ആസ് ദ മാസക്കർ ഓഫ് സെയിന്റ് ബ്രൂസസ് ഡേ. പക്ഷെ ആ ഒരു പ്ലാൻ ബാക്ക് ഫയർ ചെയ്തു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ഡെൻമാർക്കിന്റെ കിങ് ആയിട്ടുള്ള സ്വെൻ എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിന്റെ കിങ് ആയിട്ട് വന്നു. ആൻഡ് ആഫ്റ്റർ സ്വെൻ ഹിസ് സൺ കാന്യൂട്ട് റൂൾഡ് ഇംഗ്ലണ്ട് ഫ്രം AD 1017 to 1035. 1017 മുതൽ 1035 വരെ കാന്യൂട്ടിന്റെ സ്വെന്നിന്റെ സണ്ണായിട്ടുള്ള കാന്യൂട്ട് പവറിലേക്ക് വന്നു. ആൻഡ് അതിനുശേഷം ഇൻ AD 1042, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് King Hardy Canute, son of Canute, the rule of West Saxon kings was restored from AD 1042 to 1066, when Ethelred's son Edward the Confessor was chosen the king. The conquest of England by William of Normandy in 1066 entered 6 centuries of Anglo-Saxon dominance. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡൗട്ട് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. സോ സിമ്പിൾ ആയിട്ട് പറയാം, കിങ് ഓഫ് ഡെൻമാർക്ക് ആയിട്ടുള്ള സ്വെൻ ഇംഗ്ലണ്ടിന്റെ കിങ് ആയിട്ട് വരുന്നു. ഇനി ഈ സ്വെന്നിന്റെ കാലശേഷം സ്വെന്നിന്റെ മകനായിട്ടുള്ള കാന്യൂട്ട് 1017 മുതൽ 1035 വരെ ഇംഗ്ലണ്ട് ഭരിക്കുന്നു. ആൻഡ് അതിനുശേഷം കാന്യൂട്ടിന്റെ മകനായിട്ടുള്ള ഹാർഡി കാന്യൂട്ട് ഇംഗ്ലണ്ട് ഭരിക്കുന്നു. ഹാർഡി കാന്യൂട്ടിന്റെ മരണശേഷം 1042 മുതൽ 1066 വരെ എത്തൽറെഡിന്റെ മകനായിട്ടുള്ള എഡ്വേർഡ് ദ കൺഫസർ എന്ത് ചെയ്യുന്നു, ഇംഗ്ലണ്ടിന്റെ കിങ് ആയിട്ട് വരുന്നു. ആൻഡ് ഇൻ AD 1066 എന്ത് ചെയ്യാണ്, വില്യം ഓഫ് നോർമൻഡേ ഇംഗ്ലണ്ടിനെ ആക്രമിക്കുകയും അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുകയും ചെയ്യുന്നു, ആംഗ്ലോ സാക്സൺ
ആ ഒരു ഡോമിനൻസ് 6th സെഞ്ചുറി ലോങ് ആയിട്ടുള്ള ആ ഒരു ആംഗ്ലോ സാക്സൺ ഡോമിനൻസ് എന്ത് ചെയ്യുന്നു, ഫൈനലി എൻഡ് ചെയ്യുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യുന്നു, ഭരണം നഷ്ടപ്പെടുന്നെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ആംഗ്ലോ സാക്സൺസ് 1042 തിരിച്ച് ആ ഒരു പവർ എന്ത് ചെയ്യുന്നുണ്ട്, റീഗെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു, ഫൈനലി ആ ഒരു കോഫിനിൽ ലാസ്റ്റ് നെയിൽ അടിക്കുന്നത് എപ്പോഴാണ്, വില്യം ഓഫ് നോർമണ്ട് 1066 ഇംഗ്ലണ്ടിനെ കോൺക്വർ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യാണ്, 6th സെഞ്ചുറി ലോങ് ആംഗ്ലോ സാക്സൺ ഡോമിനൻസ് ഇൻ ഇംഗ്ലണ്ട് എന്ത് ചെയ്യാണ്, എൻഡ് ചെയ്യുകയാണ്.